ഡൽഹി പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കി. ഉടൻ ഇന്ത്യ വിടണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, നയതന്ത്ര തലത്തിലുള്ള നടപടികൾ തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടു പോകാനാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ നടപടി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥന്റെ പേര് ലഭിച്ചിട്ടില്ല. അതേസമയം 2 ദിവസം മുമ്പ് പഞ്ചാബ് പോലീസ് മലാർ കോട്ട്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2 പേരെ ചാരപ്രവർത്തനത്തിന് പിടികൂടിയിരുന്നു. ഈ 2 പേർക്കും 2 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായിട്ടാണ് തങ്ങൾ ബന്ധപ്പെടുന്നത് എന്നുള്ള വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനായിട്ടുള്ള നിർദ്ദേശം വിദേശ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള നയതന്ത്ര നടപടികളുടെ ഭാഗമായി ഹൈക്കമ്മീഷനിലെ എണ്ണം 30 കുറയ്ക്കാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നു. വലിയ കടുത്ത ഒരു നയതന്ത്ര നടപടികൾ അന്ന് എടുത്തിരുന്നതാണ്. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം വരുന്നതും ഈ രാജ്യം വിടാൻ അയാളോട് ആവശ്യപ്പെടുകയും ഇപ്പോൾ വിദേശ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. പഞ്ചാബിലെ 2 പേരെ പിടിച്ചതിനെ തുടർന്നിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്റെ നടപടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ശരി, നയതന്ത്ര തലത്തിലെ നടപടികൾ തുടരുകയാണ്. ഡൽഹി പാക് കമ്മീഷൻ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇന്ത്യ പുറത്താക്കിയിരിക്കുന്നത്. ഉടൻ ഇന്ത്യ വിടണം എന്നും പറഞ്ഞിട്ടുണ്ട്. ചാരപ്രവർത്തനം ആരോപിച്ചാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം. പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.